അപ്പൊ എല്ലാരും നോട്ട്ബുക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോംവർക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. മോനെ ആ നോട്ട്ബുക്ക് ഒന്ന് എടുത്ത്. കൊണ്ടുവന്നില്ല. ബുക്ക് കൊണ്ടുവന്നില്ല. അയ്യോ, അപ്പൊ ഇതെന്താ മാത്സ് എഴുതിയേക്കുന്നത്? ഈ ബുക്ക് ഏതാ? കൊണ്ടുവന്ന ഞാൻ ഓർത്തില്ല സാറേ, അതുകൊണ്ടാ. ഓർത്തില്ല? അപ്പൊ ഓർക്കാത്തതിനുള്ള ഒരു ചെറിയ മരുന്നേ നമ്മൾ തരുന്നുണ്ട്. മോനിത് പിടിച്ച് അനങ്ങാതെ നിൽക്കണേ. പേടിയുണ്ടോ? പേടിക്കണ്ട. പേടിക്കാനുള്ള സമയം മാക്സിമം കിട്ടാതെ കൈ അടിച്ചു പൊട്ടിക്കുന്ന ഞാനേ അവിടെ ചെയ്തായിരുന്നു. എൻ്റെ ഈ ബുക്കൊക്കെ ഉണ്ട് സാറേ. ആണോ? ബുക്കുണ്ടോ? ഹോംവർക്ക് ഉണ്ടോ? അപ്പൊ നിനക്കുണ്ട്. അവിടെ നിൽക്കി. മോനെ നീ ചെയ്തോ? അയ്യോ ഞാൻ ഇന്നലെ വന്ന പുതിയ അഡ്മിഷൻ ട്രാൻസ്ഫർ ആയി വന്നതാ. സോറി മോനെ, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. പേരെന്ത് വരുന്നത്? സുഭാഷ്. സുഗ്രീവൻ. അപ്പം സുഗ്രീവനോട് ഇരുന്നാണ്. നല്ല പേര് സുഗ്രീവൻ. എന്നെ സാറ് കാളയതാ വിളിക്കുന്നത്. മുതുകാളെന്ന് വിളിക്കുന്നതായിരുന്നു. നീ കൂടാ സുഗ്രീവ. അഞ്ജന എഴുതിയായിരുന്നു? എഴുതിയില്ല. രേവതി? ഇല്ല സാർ. ഇതിപ്പോ നമുക്ക് അടിയിൽ ഒതുക്കാൻ പറ്റുന്ന കേസല്ല. കാരണം ക്ലാസ്സിൽ ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു മിനിറ്റ്. പ്രിൻസിപ്പൽ സാറേ, എനിക്ക് ഇവരെ ക്ലാസ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സാറൊന്ന് വരണം, ഇല്ലെങ്കിൽ ക്ലാസ് എടുക്കത്തില്ല. സാറേ എന്തോ പ്രശ്നം സാറേ? പഠിപ്പിക്കാൻ താല്പര്യമില്ല. അത് തന്നെ. ഞാൻ വരുക. ശരി സാറേ. മക്കളെ, അപ്പോൾ ചെറിയൊരു പൂരത്തിനുള്ള വകയുണ്ട് കേട്ടോ. ഒരു കാര്യം ചെയ്യും, ഹോംവർക്ക് ചെയ്യാത്ത എല്ലാവരും എണ്ണിക്കും. എല്ലാവരും എണ്ണിക്ക്. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. എന്താ എഴുതാ? മറന്നുപോയി. എന്തു പറ്റി സാറേ? സാറേ സാറേ ഫാന് കാറ്റോറോ, അപ്പം അത് പറഞ്ഞിട്ട് വിളിച്ചായിരുന്നു. ഇത്രേ ഉള്ളായിരുന്നോ? ഞാനങ്ങ് പേടിച്ചു. ഇത് ഫോണിൽ പറഞ്ഞാ പോരാ. ഇതിപ്പോഴേ സെറ്റാക്കി തരാം കേട്ടോ, പേടിക്കണ്ട. ശരി എന്നാ. ഇന്നത്തെ ഹോംവർക്ക് നാളെ ചെയ്യാൻ മറക്കരുത്. നാളെ ചെയ്ത് വന്നില്ലെങ്കിൽ പൂരപ്പറമ്പ് മറക്കണ്ട. എല്ലാവരും ഇരുന്നോ. കാളെ, എന്താണ് സാറിന്റെ മൈൻഡ് മാറി പെട്ടെന്ന്? നിനക്കത് മനസ്സിലായില്ലേ? ഇല്ല. ആയിരിക്കുന്നവനാണ് സാറിന്റെ പെറ്റ്. സാറിനെ അവൻ കഴിഞ്ഞേ ഉള്ളു ക്ലാസ്സിലും സ്കൂളിലും വേറെ ആരും. അതെന്തോടാ, നമ്മള് ബൂസ്റ്റ് മേടിച്ചപ്പോൾ ഫ്രീ കിട്ടിയ കപ്പ് വല്ലോ? ഇത് തന്നെയാണ് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഡൗട്ട്. ഇന്നലെ ഒരു കോമഡി ഉണ്ടായി. നമ്മുടെ സ്കൂളിലെ ഒരു പയ്യനെ ടിക്കറ്റ് എടുക്കാതെ ബസ് യാത്ര ചെയ്തു. കണ്ടക്ടർ പിടിച്ചു. ആ ചെക്കിന് ഇറങ്ങിയിട്ട് വേറെ എടാ, ഇത് ഏതാടാ ഈ യൂണിവേഴ്സ്? അത് അവർക്ക് മാത്രമേ അറിയാവുന്ന ഏതോ യൂണിവേഴ്സ്. അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിനക്കറിയാവോ, സാറിന്റെ ഓരോ ചലനങ്ങൾ വരെ അവന് മാത്രമേ മനസ്സിലാവൂ. അപ്പൊ ഇന്നലെ നമ്മള് എക്സസൈസ് നമ്പർ 1, 2 ചെയ്തു. ഇനി ചെയ്യാനുള്ള 3 ആണ്. എല്ലാവരും ബോർഡ് ശ്രദ്ധിക്കും. കണ്ടോ ചോക്ക് ആവശ്യമുണ്ടെന്ന് ഒരു ചുമയിലൂടെ അവന് മനസ്സിലായി. ഇതാണ് അവര് തമ്മിലുള്ള അൽഗോരിതം. എടാ, ഈ സ്പെഷ്യൽ കെയർ ഒക്കെ കാണുമ്പോഴേ നിങ്ങക്ക് വിഷമമൊന്നും തോന്നത്തില്ലേ? ആദ്യമൊക്കെ ചെറുതായിട്ടൊരു കുത്തലുണ്ടായിരുന്നു, പിന്നെ അത് മാറിക്കിട്ടി. ഇത് പറഞ്ഞപ്പോളാ, പണ്ട് ഞാൻ സ്കൂളിൽ പോയ സമയത്ത് നീ കാലിടാൻ ചെരുപ്പില്ലായിരുന്നു. അപ്പം ഈ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഈ കല്ലിലെ കാല് തട്ടിയിട്ട് കാലൊക്കെ മുറിയുമായിരുന്നു. അപ്പം ഞാൻ അനുഭവിച്ചു. ഇതായി ഞാൻ ഇമോഷണൽ സ്റ്റോറി പറയാത്ത. ആർക്കറിയില്ല. നമുക്ക് വേറൊരു കോമഡി എന്നാ പറയാം. ഒരു കോമഡി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 7ാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ചോക്ക്
പറഞ്ഞു എനിക്കാടാ. സാറ് വഴക്ക് പറയും. എടാ നമുക്കെന്താടാ മുട്ടായി ഒന്നും ഇറങ്ങത്തില്ലേ? ഇവിടെ ഇങ്ങനെ സാറേ 11:30 11:30 ഗുളിക കഴിച്ചായിരുന്നു. ഷിയാസേ സാറേ ഗുളിക വെച്ച് ആ പുസ്തകമൊക്കെ വെച്ച് ഇപ്പുറത്താണോ? അല്ല അല്ലെങ്കിൽ പിന്നെ സാറിന്റെ ഡ്രോയ്ക്കകത്തായിരിക്കും. അല്ലല്ല എന്റെ ബാഗ് ഉണ്ടല്ലോ, ബാഗിനകത്ത് ആ ചെറിയൊരു ബാഗുണ്ട്, അതിനകത്തില്ലയോ? ചെറിയ എന്തുവാണ് ഇത്? സ്വന്തം മോനെക്കാട്ടിലും വിശ്വാസമാണല്ലോ. നിനക്കേ ഇവൻ സാറിന്റെ വീട്ടിൽ ചെന്ന കഥ അറിയാവോ? സാറേ സാറേ എന്തായിരുന്നു? അല്ല സാറില്ലേ? സാറിന്റെ മോനാ. സാർ എന്നെ പഠിപ്പിക്കുന്നുണ്ട്. എന്റെ പേര് ഷിയാസ്. ഒന്ന് വിളിക്കോ? നീയാണോ ഷിയാസ്? ഞാനാ ഷിയാസ്. നീ ഒറ്റ ഒരുത്തൻ കാരണം ഈ വീട്ടിൽ ഇരിക്കാൻ പറ്റുന്നില്ല. ഇയാള് പോയാലും ഇറങ്ങിയാലും നിന്റെ പേര് പറഞ്ഞിരിക്കുന്നേ. ഒന്ന് വിളിക്കോ? നീ കാരണം മനസ്സമാധാനമില്ല. ഇവിടുന്ന് ക്ലാസ്സിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നീ ഒരു കൊറോണ എന്നുള്ള വിളിയും. നമുക്ക് എന്റെ അച്ഛനാ അത്. നീ കാരണം ഇപ്പൊ എന്നോട് തീരെ സ്നേഹമില്ല. എന്നോട് ഒന്ന് ഷിയാസിന്റെ കൂട്ട് ഷിയാസിനെ കണ്ടുപിടിക്ക്, പുള്ളിയുടെ കൂട്ട് പെരുമാറ്. എന്തുവാ ഇത്? അറിയപ്പെടാൻ പോലെ ചേട്ടാ ഒന്ന് വിളിയേട്ടാ. മേലെ കണ്ടുപോയിക്കൂടെ? സാറിന്റെ മോനെ എന്നോട് പറഞ്ഞതാ. അത് കൊള്ളാം. സാറേ ഗുളിക എന്നാ വെള്ളം ഞാൻ കൊണ്ട് തരാവേ. പിന്നെ ഞാൻ പരീക്ഷയുടെ പേപ്പർ നോക്കിയത്. അപ്പം എല്ലാവരുടെയും പേപ്പർ ഞാൻ നോക്കിയായിരുന്നു. അങ്ങ് തന്നാലോ? അടുത്ത പണി കാലൻ. രാവിലെ 50-ല് 18 തോറ്റ്. എഴുതിയില്ല എക്സാം. മോന് 50-ല് 25. ഷിയാസേ 50-45. ഗുഡ്. പെണ്ണുങ്ങളെ വേറെവിടെങ്ങാൻ തോറ്റ് ഒരു മാർക്കെങ്കിലും ഒപ്പിക്കാൻ പറ്റൂ. എടാ പേപ്പർ ഇങ്ങോട്ട് വന്നോടാ ഷിയാസെ. സാറേ സാറേ ഇങ്ങോട്ട് വന്നേ. സാറേ ഞാൻ എഴുതിയ ഉത്തരത്തിന് 1 മാർക്ക് ഇട്ടേക്കുന്നത്. ഷിയാസിന്റെ അതേ ഉത്തരത്തിന് തന്നെ 5 മാർക്ക് ഇട്ടിട്ടുണ്ട്. 5 മാർക്കിന്റെ ഉത്തരവായിരുന്നു സാറേ. എനിക്ക് ഒന്നേ ഉള്ളൂ. ആരോട് ചോദിച്ചിട്ടാ ഈ പേപ്പർ ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത്? സാറേ 1 മാർക്ക് ആരോട് ചോദിച്ചാ കമ്പയർ ചെയ്യുന്നേ? ഷിയാസ് എന്തിനാ കൊടുത്തേ പേപ്പർ? സാറേ അത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നിനക്ക് വേറെ എവിടെയെങ്കിലും മാർക്ക് വന്നു കാണും. ഡോണ്ട് റിപ്പീറ്റ് ദിസ്. ഓക്കെ, അവിടെ ഇരിക്കും. അപ്പൊ പൊട്ടിയവർക്കുള്ള കൂലി വൈകാതെ ഞാനങ്ങ് തരുന്നതായിരിക്കും. എനിക്കെന്നുള്ള അടുത്ത വീട് ഞാൻ തന്നെ കേട്ടോ. അവൻ വേണോടാ ബാത്റൂമിൽ പോയെന്നോ? അല്ല, സ്റ്റാഫ് റൂമില്. കഥ ഇനിയാണ് അറിയുന്നത്. സാറേ നമ്മുടെ രേഷ്മയും സുഖവും തമ്മിൽ എന്തോ ഒരു കൊളുസുണ്ട്. സാറേ എന്റെ പേപ്പറാണ്. അമ്മ പറഞ്ഞു അവര് തമ്മിൽ ഭയങ്കര കമ്പനിയാണ്. നേരത്തെ വന്നിരുന്ന രണ്ടുപേരുടെ കാര്യം പറിച്ചില്. പിന്നെ ഉച്ചക്ക് ഇന്റർവ്യൂലുണ്ടല്ലോ, രണ്ട് ചായ എടുക്കണം. ഇവനോട് ഓർമ്മ വേണം. തടവിലും തുറവിലും എന്റെ മടിയിലൊക്കെ കിടക്കുന്നതൊക്കെ ഉണ്ട്. സാറിന്ന് ചോദിക്കാം. പറഞ്ഞില്ല സാറേ. ചായ ഒരു പടം എടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ സ്കൂളിൽ പുതിയതായിട്ടൊരു പയ്യൻ വന്നിട്ടില്ലേ, അവന്റെ മൊബൈൽ ഫോൺ ഉണ്ടെന്നൊരു സംസാരം ഞാൻ കേൾക്കുന്നുണ്ട്. ചെക്ക് ചെയ്യണം. പിന്നെ വേറെ സാറേ മൊബൈൽ ഒക്കെയാണല്ലോ പിള്ളേരെ. CD ഉണ്ട് മറ്റേ. സാറേ ചെക്ക് ചെയ്യണല്ലോ സാറേ. അവരുടെ പറഞ്ഞില്ല. പിന്നെ അത് കൂടാതെ മോനെ ക്ലാസ് ഇത്രയും മതി. ഒരു മെയിൻ കാര്യം സാറ് പഠിപ്പിച്ചിട്ട് ഇറങ്ങി കഴിയുമ്പോൾ അവന്മാർ പറയാം സാറ് മൊന്നെ ആ പൊട്ടനാന്നൊക്കെ ചോദിക്കണം കേട്ടോ. ചേട്ടാ ഒരു ഡയറി മിൽക്ക്. ലൈൻ സെറ്റ് ആയോ മോനെ? ഇല്ല, സാറിന്റെ ബർത്ത്ഡേ അപ്പൊ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്. എത്ര വേണം? 40 രൂപയോ? വലിയ എടുത്തു 100 ആ ശരി എടുക്കാം. ഇല്ലേ ഹരിസാറിന്റെ ബർത്ത്ഡേ ഞാൻ ഡയറി മിൽക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് സർപ്രൈസ് ആയിട്ട് കൊടുത്താലോ? നീ കൊടുക്കോ കൊടുക്കാതിരിക്കുക എന്താന്ന് വെച്ചിട്ട് ഓരോ പണിയായിട്ട് വന്നോളില്ല. ആയിരുന്നോ ആ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. നമ്മുടെ ഹരിസാർ ഉണ്ടല്ലോ, ട്രാൻസ്ഫർ ആയിപ്പോയി. പുള്ളി ഇല്ലാത്തോണ്ട് ആ ക്ലാസ് ഞാനായിരിക്കും ഇപ്പൊ എടുക്കാൻ പോകുന്നത്. പുതിയൊരു സാറ് ഉടനെ വരും. ഹരിസാർ പോയോ? അപ്പൊ എല്ലാരും ഇവിടെ ശ്രദ്ധിച്ചേ, ക്ലാസ് എടുക്കാൻ പോവാണ്. അയ്യോ, ടെക്സ്റ്റ് എടുക്കാൻ വേണ്ടി ഞാൻ മറന്നുപോയി. ഇഷോ ഡേ, നീ ഇവിടെ പോന്ന്? നിന്നോട് ഞാൻ ടെക്സ്റ്റ് എടുക്കാൻ പറഞ്ഞോ? അവിടെ ഇല്ലടാ, ഉടനെ അങ്ങ് ചാടി പോകുന്നോ? ഞാൻ ഇവിടെ തന്നെ കിഴങ്ങ് ഒഴുകാൻ നിൽക്കുവന്നോ? എടാ ആവളെന്താ നീ ഓടാ. സാറിന്റെ പേര് ഹരി എന്നല്ലേ പറഞ്ഞേ? അതെ ഹരി. പിള്ളേരൊക്കെ സൂക്ഷിച്ചോണം, കുസൃതിയുള്ള പിള്ളേരാ. അത് കുഴപ്പമില്ല സാറേ, കുഴപ്പമിട്ടാ മതി. ആ കുഴപ്പമിട്ടാ മതി. സാറേ 11:30 എനിക്കെന്താ പുതിയ കഴിക്കായിരുന്നു. A+B the whole square. അപ്പൊ ലാസ്റ്റ് നിങ്ങളുടെ സാറ് എവിടെ പഠിപ്പിച്ചെടുത്തത്? 3ാം ചാപ്റ്ററാ. ഓക്കെ, നമുക്ക് അവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. സമയത്തരായി 12. ഷിയാസ് പെട്ടെന്ന് പോയിട്ട് ആ ഗുളിക
ഇന്നലക്കത്തെ ഗുളിക കഴിച്ചായിരുന്നു. ഞാൻ സ്റ്റാഫ് റൂമിൽ പോയിട്ട് കേട്ടോ, ഗുളി കഴിക്കുന്നുണ്ട്. സാറേ എനിക്ക് ഈ ക്ലാസ് പഠിപ്പിക്കാൻ താല്പര്യമില്ല, വളരെ മോശം പിള്ളേരാ, എനിക്ക് പറ്റില്ല സാറേ. പിള്ളേരാന്ന് വെച്ച് പറ്റില്ല സാറേ. സാറേ ട്രാൻസ്ഫർ മേടിച്ച് ഇങ്ങോട്ട് വന്നാ കേറി വാ സാറേ. ഇനി ക്ലാസ് പഠിപ്പിക്കാൻ എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ, ഞാൻ ഹാപ്പിയാ. ശരിയല്ലേ? കുഴപ്പമൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാം. ഫ്രണ്ട്